ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിജിറ്റൽ ഡിവൈഡാണ്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്യാപ്പിനെയാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഒരു ഡെമോഗ്രാഫിക്സ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക്സും റീജിയൻസും തമ്മിൽ, അതായത് മോഡേൺ ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷനും ആക്സസ് ഉള്ള ഒരു ഡെമോഗ്രാഫിക്സോ അല്ലെങ്കിൽ ഒരു റീജിയണോ അല്ലെങ്കിൽ ആ റീജിയണെ ഈ മോഡേൺ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഈ മോഡേൺ ഇൻഫർമേഷനും ടെക്നോളജിക്കും ആക്സസ് ഉള്ളൊരു റീജിയണും അതുപോലെ തന്നെ ആക്സസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു റീജിയണും തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റൽ ഡിവൈഡിൽ മെഷർ ചെയ്യുന്നത്. ഇനി ഡെമോഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷനെ ഒക്കെ റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ് ഡെമോഗ്രാഫിക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഡിജിറ്റൽ ഡിവൈഡ് എന്താ, ഒരു ഡെമോഗ്രാഫിക്സും റീജിയണും. ഇപ്പം ഇനി നമ്മുടെ മോഡേൺ ടെക്നോളജിക്ക് ആക്സസ് ഉള്ള ഒരു റീജിയണും ആക്സസ് ഇല്ലാത്ത ഒരു റീജിയണും തമ്മിലുള്ള ഗ്യാപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ഡിവൈഡാണ്. ഡിവൈഡ് എന്ന് പറയുന്നൊരു ടേം അവിടെ വരുന്നില്ലേ. സോ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു ടെലിഫോണിൻ്റെ കേസിലോ ടെലിവിഷൻ്റെ കേസിലോ പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ കേസിലോ ഇൻ്റർനെറ്റ് കേസിലോ ഏതിൻ്റെ കേസിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് ക്യാരി ഓൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു 20th സെഞ്ച്വറി ഒക്കെ നമ്മുടെ ഒരു 20ാം നൂറ്റാണ്ടിലൊക്കെ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പം 20ാം നൂറ്റാണ്ടിൽ ടെലിഫോൺസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ടെലിഫോണിൻ്റെ ആക്സസിനെ ടെലിഫോണിൻ്റെ ആക്സസിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ഡിജിറ്റൽ ഡിവൈഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ 1990s കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടേം എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ളതും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ലാത്തതുമായ ഏരിയാസിനെ തമ്മിൽ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഒരു റൂറൽ ഏരിയയും സിറ്റിയും തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് പീപ്പിൾ തമ്മിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സോഷ്യോ എക്കണോമിക്സ് ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ, ദെൻ ലെസ് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് നേഷൻസിൻ്റെ ഇടയിൽ, അങ്ങനെ ഒരുപാട് ടേംസിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഡിജിറ്റൽ ഡിവൈഡ് നിലനിൽക്കുന്നുണ്ട്. ദെൻ ഇനി ഒരു ഡിജിറ്റൽ ഡിവൈഡിനെ നമ്മൾ ടെക്നോളജിയുടെ ആക്സസ് ടു ടെക്നോളജിയുടെ ടേമിലാണ്, ഒരു ടെക്നോളജിക്കുള്ള ആക്സസിൻ്റെ ടേമിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ലോവർ പെർഫോമൻസ് ഓഫ് കമ്പ്യൂട്ടർ, ലോവർ സ്പീഡ് വയർലെസ് കണക്ഷൻസ്, ലോവർ പ്രൈസ്ഡ് കണക്ഷൻസ്, ഡയലപ്സ്, ലിമിറ്റഡ് ആക്സസ് ടു സബ്സ്ക്രിപ്ഷൻ, അങ്ങനെയൊക്കെ ഉള്ളതുപോലെ ലോവർ പ്രൈസ്ഡ് കണക്ഷൻസ്, അങ്ങനെയുള്ള എല്ലാ കേസിലും നമുക്കൊരു ടെക്നോളജിയുടെ ടേമിൽ നമുക്ക് ഡിജിറ്റൽ ഡിവൈഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ സെപ്പറേറ്റ് മാർക്കറ്റ് പ്ലേസിൽ വീഡിയോസും അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസും വിർച്വൽ ക്ലാസ് റൂംസും ഒക്കെ പ്രോബ്ലമാറ്റിക്കാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്നത് ഹൈ സ്പീഡും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി കണക്ഷൻസും ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഒരു ഡിജിറ്റൽ ഡിവൈഡിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഫാക്ട്സ് അവർ ലെസ് സെർവ്ഡ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ സ്പീഡ്, ഹൈ ക്വാളിറ്റി കണക്ഷൻസ്, അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ ഡിജിറ്റൽ ഡിവൈഡിൽ നമ്മൾ ഒരുപാട് കൺസിഡർ ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത് ആക്സസ് ചെയ്യാനും അഫോർഡബിളും അല്ല ഡിജിറ്റൽ ഡിവൈഡിൻ്റെ കേസിൽ. സോ ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ഇല്ലാത്ത ആരും തന്നെ ഇല്ല. സോ സ്മാർട്ട് ഫോൺസിൻ്റെ അഡോപ്ഷൻ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ലോവർ ഇൻകം ഉള്ള ആൾക്കാർക്കാണെങ്കിലും മൈനോറിറ്റി ഗ്രൂപ്പ്സിൻ്റെ ഇടയിലാണെങ്കിലും സ്മാർട്ട് ഫോൺസ് എഫിഷ്യൻ്റായിട്ട് സ്മാർട്ട് ഫോൺസിൻ്റെ യൂസ് എഫക്റ്റീവ്ലി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേറ്റ പ്ലാൻസിൻ്റെ കോസ്റ്റ് കൂടുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺസൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ടാസ്കുകളും ട്രാൻസാക്ഷൻസും ഒക്കെ ഒരു ക്ലോസിങ് ഗ്യാപ്പിൻ്റെ ഉള്ളിലായി പോകും. ദെൻ റീസെൻറ്റ് സ്റ്റഡീസൊക്കെ അനുസരിച്ച് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് ഈ ഡിജിറ്റലി ഒരു ഡിവിഷൻ ഇപ്പോൾ പ്രോബബ്ലി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.